അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടിട്ട് വരും. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്, പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച ആൾക്ക് അന്ന് ജുമുഅ ഉണ്ടെങ്കിൽ ജുമുഅയിലേക്ക് പോകേണ്ടതില്ല, നിർബന്ധമില്ല, അവർക്ക് ളുഹർ നിസ്കരിച്ചാൽ മതി എന്ന രീതിയിലുള്ള ഒരു ഫത്വ അല്ലെങ്കിൽ ഒരു നിയമം തന്നെ പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹദീസ് ഉണ്ട്, സഹിഹായ ഹദീസ് തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല, സഹിഹായ ഹദീസ് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസ് ജനങ്ങളോട് പറഞ്ഞിരുന്ന, സ്വഹാബാക്കളോട് പറഞ്ഞിരുന്ന കാലഘട്ടം ഏതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട്. അന്നത്തെ കാലത്ത് പള്ളികൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് മസ്ജിദ് നബവിയിൽ വെച്ചാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് സ്വഹാബാക്കൾ രാവിലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ മലഞ്ചെരുവിലും മറ്റുമൊക്കെയും ഇറങ്ങിയിട്ട് വന്നിട്ട് ചില സ്വഹാബാക്കളൊക്കെ നിസ്കരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്വഹാബാക്കൾക്ക് അവർക്കൊരു ഇളവെന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജുമാക്ക് വരണമെന്ന് നിർബന്ധമില്ല എന്ന രീതിയിലായിട്ട് പറഞ്ഞത്. എന്നാൽ പള്ളിയിൽ ജുമാ നടത്തുന്നുണ്ടോ? തീർച്ചയായും നടത്തുന്നുമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തിയ കാര്യം കൂടിയാണ്. നമ്മുടെ മദ്ഹബുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 മദ്ഹബിലുള്ള അഭിപ്രായവും ജുമാ നിസ്കാരത്തിന് നിർബന്ധമായിട്ടും പോകണമെന്ന് തന്നെയാണ്. ഇത് നിസ്കരിച്ച ആൾക്കാരാണെങ്കിലും 3 മദ്ഹബ്, അതായത് ഹനഫി, മാലിക്കി, ഷാഫിഈ, ഈ 3 മദ്ഹബിലും നിർബന്ധമായിട്ടും പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച ആള് ജുമാ നിസ്കാരത്തിലേക്ക് പോകണം തന്നെയാണുള്ളത്. എന്നാൽ ഹംബലി മദ്ഹബിൽ മാത്രമാണ് അവർക്ക് നിർബന്ധമില്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനമുള്ളത്. എന്നാൽ ജുമാ നടത്തുകയും വേണമെന്നുള്ളതും ആ മദ്ഹബിൽ അഭിപ്രായമുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ദയവ് ചെയ്ത് അവരോട് പറയാനുള്ളത്, ഈ മുജാഹിദികളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള എവിടെയെങ്കിലും കിടക്കുന്ന മസാലിനെടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ ഇട്ടിട്ട് അനാവശ്യമായിട്ട് ജനങ്ങളെ അതിലെ ചർച്ചയിലായിട്ട് മുഴുകുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കരുതെന്നാണ് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഇത് റമദാൻ മാസമാണ്, അവസാന സമയത്തെത്തി. ജനങ്ങൾക്കിടയിൽ വെറുതെ ഇങ്ങനെയുള്ള വസ്വാസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.